ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹെയർ ഓയിലിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇന്നാണ് കറക്റ്റ് പരുവത്തിനാക്കി എണ്ണ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഇത് അന്നമോളും വീഡിയോയിൽ വന്നിട്ടുണ്ട്. എന്താ പണിയെന്നറിയാമോ? നോക്കിയാണ് ക്രയോണ്ടിങ്ങനെ വെട്ടിക്കൊടുക്കുന്നതാണ് പരിപാടി. ഇതെല്ലാം വാരിയിട്ടിട്ടുണ്ട്. ഉള്ള ചേച്ചിമാരെന്തായാലും പെൻസിൽ വെട്ടും പോലെ കളർ വെട്ടാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയും കാര്യങ്ങളും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ കാണുന്ന കരിഞ്ജീരകം ചതച്ചെടുക്കുന്നതാണ്. നമ്മുടെ ഹെയർ ഓയിലെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ജീരകം. തലവേദന മാറാനും പ്രീമിച്വർ ഗ്രേയിങ് മാറാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കരിഞ്ജീരകം. ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തത് ഈ കാണുന്ന കുരുമുളകാണ്. ഇത് നമുക്ക് തലനീരടക്കം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ബാക്കി പച്ചില മരുന്നുകളൊക്കെ ചേർക്കുമ്പോൾ തലയ്ക്ക് തണുപ്പ് നൽകുകയും തലനീരടക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ചതച്ചെടുക്കുന്ന അഞ്ജനക്കല്ല്. മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് പച്ചക്കർപ്പൂരം. ഇത് നമുക്ക് ഡാൻഡ്രഫ് മാറാനും അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഏറെ സഹായിക്കുന്ന 2 അങ്ങാടി മരുന്നുകളാണ്. തിളപ്പിച്ച് മാറ്റി വെച്ച എണ്ണ നമ്മൾ വീണ്ടും അടുപ്പത്ത് വച്ചിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ കറക്റ്റ് പരുവാക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചതച്ച് മാറ്റി വച്ചിരിക്കുകയാണ് ഇടാനുള്ളത്. അതിൻ്റെയൊക്കെ സമയമുണ്ട്, ഓരോന്നിനും ഓരോ സമയവും കാര്യങ്ങളും ഉണ്ട്. നല്ലവണ്ണം എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. നമ്മുടെ ഹെയർ ഓയിൽ ചേർക്കുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ. ഉലുവ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മുടി തൊഴിച്ചിൽ, താരൻ, ഈ 2 പ്രശ്നങ്ങളും മാറാൻ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ള ഒരു ഐറ്റമാണ് ഉലുവ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത കരിഞ്ജീരകവും ഈ സമയത്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. റേജിയമ്മ അന്നമോളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഉലുവ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാനും കരിഞ്ജീരകം നമ്മുടെ ഹെയർ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ എണ്ണയുടെ അടിയിൽ പിടിക്കുന്നതിന് ഇടയാക്കും. തലനീരിറക്കം മാറാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റായ വെറ്റിലയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള വയണ ഇല, നിലമ്പട്ട തുടങ്ങിയ മരുന്നുകൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഇന്നലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. അളവും പാകവും അറിഞ്ഞിരിക്കണം. ഹെയർ ഓയിലെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നാടൻ ചെമ്പരത്തിയുടെ പൂവ്. 5 ഇതളുള്ള ചെമ്പരത്തിയുടെ പൂവാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഹെയർ ഓയിൽ ചേർത്ത മരുന്നുകളെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിച്ചാൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആവും. അതൊക്കെ ശ്രദ്ധിച്ച് വേണം കാച്ചെണ്ണ തയ്യാറാക്കാൻ. എണ്ണ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് മതി, കാരണം പാത്രം ചെറുതായതുകൊണ്ട് തന്നെ തിളച്ച് പൊങ്ങി കളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നല്ലൊരു റിസൾട്ടുള്ളൊരു ഹെയർ ഓയിലാണിത്. കാച്ചെണ്ണ നല്ലവണ്ണം വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. കാച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ അളവും കാര്യങ്ങളും എപ്പോഴും കൃത്യമായിരിക്കണം. അളവ് കൂടിപ്പോയാൽ മുടി പൊട്ടിപ്പോകുന്നതിനും തലയിൽ താരൻ, തലവേദനയ്ക്കൊക്കെ ഇടയാക്കും. അതുപോലെ തന്നെ പാകം കഴിഞ്ഞു പോയാൽ മുടി തൊഴിച്ചിലിനും പാകത്തിന് മുമ്പേ എടുക്കുകയാണെങ്കിൽ തലനീരിറക്കത്തിനും ഇടയാകുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ചതച്ച് മാറ്റിവെച്ച ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് തലനീരിറക്കം വരാതിരിക്കുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും താരൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിനും ഹെയർ ഗ്രോത്ത് കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇവയൊക്കെ സഹായിക്കുന്ന ഐറ്റംസാണ്. എണ്ണ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട്. തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി കൂട്ടിയിട്ടാൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരത്ര ആത്മാർത്ഥതയോടെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന വഴി ഒരു പരിധി വരെ താരൻ്റെ പ്രശ്നം, മുടി തൊഴിച്ചിൽ, ഞെരുക്കക്കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ചിലർക്ക് ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ കാണില്ലേ, അതൊക്കെ മാറുന്നതാണ്. മാത്രമല്ല തലനീരടക്കം വരാതിരിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇത് പ്രായക്കാർക്കും തേക്കാം. ഞാൻ അന്നമോൾക്ക് തേച്ച് തുടങ്ങിയത് 2 വയസ്സ് തൊട്ടാണ്. കാരണം നമ്മൾ 2024 ഇത്രയും ഇതിൽ ചേർത്തിരിക്കുന്ന ഇത്രയും മരുന്നുകളിട്ട്
ആദ്യമായിട്ട് തയ്യാറാക്കുന്നത്. ആ സമയം മുതലേ ഞാൻ മോൾക്ക് തേക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ റെജിയമ്മയ്ക്ക് തേച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. തൈറോയിഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അതിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ, റിസൾട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് റെജിയമ്മ തേക്കില്ല. വ്യവസായത്തിൻ്റെ ലൈസൻസ് എടുത്തിട്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. വീഡിയോ സ്വന്തമായിട്ട് എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പോരായ്മകളൊക്കെ കാണും. ശരി, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ ഓയിലാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ വാട്സപ്പല്ല യൂട്യൂബിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും. കാരണം തലവേദനയ്ക്കൊക്കെ നല്ല മാറ്റം ഉണ്ടെന്ന് ഉപയോഗിച്ചവർ പറയുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. അത്രയ്ക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എണ്ണ പരുവാവുന്നതേ ഉള്ളൂ, സമയമെടുക്കും. അളവ് കൂടുതലുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ 1/2 ലിറ്ററിനൊക്കെയാണ് കാച്ചുന്നതെങ്കിൽ പെട്ടെന്നാവും, അതിൻ്റെ പരുവത്തിനാവും. ഇപ്പോൾ അളവ് കൂടുന്നതനുസരിച്ച് സമയം എടുക്കും. മാത്രമല്ല നമുക്ക് തീ കൂട്ടിയിടാൻ പറ്റില്ല, അടിയിൽ പിടിക്കും. ഹെയർ ഓയിലിൻ്റെ ബിസിനസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം കറക്റ്റായി. നല്ല റിസൾട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ ആൾക്കാർ പറയുന്നത് കുറച്ച് റേറ്റ് കൂടുതലല്ലേ എന്ന്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസ് കൃത്യമായിട്ട് കാണുന്നെങ്കിൽ അറിയാൻ പറ്റും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് തിരിച്ചു കിട്ടണ്ടേ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്രയ്ക്ക് റിസൾട്ടും കാര്യങ്ങളും ഉണ്ട്. ഒരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ചെക്ക് ചെയ്താൽ അറിയാം. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ലൈസൻസ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്, മെഷീൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ ലൈസൻസ് കിട്ടത്തുള്ളൂ. ചെറിയ രീതിയിലായതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ വേറെ മെഷീനും കാര്യങ്ങളൊന്നുമില്ല. അമ്മിക്കല്ല്, ഇടിയലി, കുഴവി ഇതൊക്കെ മാത്രമാണ്. വേറെ മെഷീൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ജോലിക്കാരുടെയോ എല്ലാം ഞാനും പിന്നെ റെജിയമ്മ സഹായത്തിനുണ്ടായിരുന്നു. രാഗി ചേച്ചി, പിള്ളേർ ഇവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ രീതിക്കൊന്നുമല്ല, ഒരു ചെറിയ രീതിക്ക് ചെയ്യുന്നതാണ്. ഹെയർ ഓയിൽ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ പത വറ്റണം. നിങ്ങളൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു 6 മാസം ടൈമും കൊടുക്കണം അതിന്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ പാകം നോക്കുന്നതാണ്. ഒരാളുടെ കൂടെ അഭിപ്രായം ചോദിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കണം. പരുവമായിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം. ഹെയർ ഓയിൽ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി ഇപ്പം അരിച്ച് മാറ്റുന്ന പാത്രത്തിൽ വെച്ചിരിക്കാം. വെള്ളം നനവൊന്നും പാടില്ല. നമ്മൾ ഇപ്പം ഇറക്കിയ, അതായത് ആ തിളച്ച ചൂടോടെ തന്നെ മാറ്റണം. വേറൊന്നും കൊണ്ടല്ല, ആ പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് അതിൻ്റെ പരുവം മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ആ ചൂടോടെ തന്നെ അരിച്ച് മാറ്റുന്നത്. കുറച്ച് അങ്ങാടി മരുന്നുകൾ കൂടി ഇനി ചേർക്കാനുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ആരാധ്യ ഹെയർ ഓയിലാണ്. നമ്മുടെ എണ്ണ കാച്ചൽ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അവസാന ഭാഗമാണ്. ഇതാ കൊത്തും കാര്യങ്ങളൊക്കെ കാണിച്ച ഇത്ര എണ്ണയാണ് കിട്ടിയിട്ടുള്ളത്. ഇത്ര കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൊത്താണ്. നമ്മൾ എണ്ണ ഇറങ്ങി വരാൻ വേണ്ടി ചരിച്ച് വെച്ചിരിക്കുകയാണ്. അല്പം കൂടെ കിട്ടും. ഇതാ ഇതിൽ ഇത്ര എണ്ണയും കൂടെ ഉണ്ട്. ഇതിനകത്ത് അല്പം കിട്ടി. പിന്നെ ഇതാ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ അരിപ്പും കാര്യങ്ങളും. ആ തിളച്ച ചൂടോടെയും കാര്യങ്ങളോടെയാണ് നമ്മൾ അരിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാൻ ടാറ്റാ, ബൈ ബൈ.